മണി എത്താൻ പോവാണ്. ഒരു ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് ആണ്. തപസ്സിക്കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം തപസ്സിക്കുട്ടി ഓൺ സ്റ്റേജ്. തപസ്സിക്കുട്ടി വരുന്നു പറഞ്ഞിട്ട് ഇതാരേ വരുന്നേ? ഇത്ര ആഭരണം ഇത് പാത്തുമ്മയാണല്ലോ. ഞാൻ മൊയ്തുവിന്റെ അമ്മിന. മൊയ്തുവിന്റെ മൊയ്തുവിന്റെ ആമിനെയാണല്ലേ? എന്തൊരു മൊഞ്ച്, മൊഞ്ചത്തി തപസ്സിക്കുട്ടി. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ. ഏത് പാട്ടാ ഈ വേഷത്തിൽ വന്ന് പാടാൻ പോണത്? കസവിന്റെ തട്ടമിട്ട് വെള്ളി അരഞ്ഞാണമിട്ട്. ആണോ? വിനീത് ശ്രീനിവാസൻ ആദ്യമായിട്ട് പാടിയ പാട്ട് അല്ലേ? വിനീതിന്റെ ഫസ്റ്റ് സോങ്. മ്യൂസിക് ആരാണ്? മ്യൂസിക് വിദ്യാസാഗർ സാർ. ഓക്കെ. പാടിയിൽ ഒരാളും കൂടി ഇല്ലേ? അതാരാ? വിനീത് ശ്രീനിവാസൻ അങ്കിളും സുജാതന്തി. ഓക്കെ. എഴുതിയതാരാ? പ്രസാദ്. അങ്ങനെ പറയൂ. അപ്പൊ പിന്നെ സിനിമ ഏതാ? കിളിച്ചുണ്ടൻ മാമ്പഴം. മോളെ തുടങ്ങാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. കൂന്താലി പുഴയൊരു
വെരി ഗുഡ് വെരി ഗുഡ്. തപ്സി എന്താ എങ്ങനെ പാടി സ്വന്തമായി തുറന്നു പാടി അതാണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം. ഞാൻ കേട്ട എങ്ങനെയാന്നോ മൂക്കി കൂടാ കേട്ടു. ആണോ? ആ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിഞ്ഞൂടാ. ഒരാള് ഇന്ന് മൊത്തം പാടിയ പുഴയൊരു വമ്പത്തിന്നില്ലേ, വമ്പത്തി ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റിയത്, വലിയ ബമ്പ് പോലെ മൂക്കിക്കൂടെ. അപ്പൊ വായിക്കൂടെ പാടിയതല്ലേ. ആ മധു ഇരുന്ന് പറയായിരുന്നു ചെവി കൂടാ പാടിയെന്ന്. ഞാനിങ്ങനെ ചെവി കൂടെ പാടാൻ വേണ്ടി ട്രൈ ചെയ്യായിരുന്നു, ഇങ്ങനെ മൈക്കിന്റെ ഇവിടെ ഇങ്ങനെ ചെവിയൊക്കെ വെച്ച്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ, വാ കൊണ്ടാ വായിക്കൂടാ പാടിയത്. അത് എങ്ങനെ പാടിയെന്ന് തോന്നുന്നു. മീനുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? തലവേനയായല്ലോ. മീനുട്ടി എന്തെങ്കിലും ഉണ്ടോ തേക്കാൻ തലയില്? നമുക്ക് കൊടുക്കാം. പിന്നെ അവിടെ എടുത്ത് ഇവർക്ക് രണ്ട് മൂന്ന് ഉണ്ട് മോളെ, തരാം. സാധനം ഉണ്ട് എന്തെന്ന് തലവേനക്കുള്ള. ബാമുണ്ട് ബാം. അങ്ങനെ പറഞ്ഞ തലയിൽ ഇങ്ങനെ തൂക്കും ഒരു മരുന്ന്, അപ്പൊ ആ തലവേന അങ്ങ് പോകും. അതെ അതെ. ഈ പാട്ടൊന്ന് മൂക്കി കൂടെ പാടിയേ. ആ. നസമിന്നേ തട്ട് അങ്ങനെ കേക്കട്ടെ. കസവിന്റെ മൂക്ക് മൂക്ക് മൂക്ക്. ഞാണമിട്ട് പൊന്നിന്റെ കൊലുസ്. അങ്ങനെ ഇത് വായ തുറന്ന പറഞ്ഞേ, മൂക്കി കൂടെ പാട്. ആ ഞാൻ സ്റ്റേജ് പാടുമ്പോ വായി തുറന്ന് തന്നെ. എന്നാ സ്റ്റേജിൽ പാടണ്ട, അല്ലാതെ പാടിക്കോ, മൂക്കി കൂടെ പാടിക്കോ. മൂക്കി ഇങ്ങനെ പിടിച്ചോ, പിടിച്ചിട്ട് പാടി നോക്ക്. കസവിന്റെ ആ ഇത് പഴയതുപോലെ തന്നെ ഇത് സാരമില്ല. പഴയതുപോലെ. ഞാണമിട്ട് പൊന്നിന്റെ അയ്യേ പൊന്നല്ല, ദേ, പൊന്ന്. അയ്യേ വായ തുറന്നു പറഞ്ഞു. വായ തുറന്ന് പാടിയോണ്ടേ അയ്യേ അയ്യേ. പൊന്ന് ബൊന്നായി പോയി. ആ, അതെ, ആ. അക്ഷരമൊക്കെ കൃത്യമായിട്ട് ബൊന്നല്ല കേട്ടോ, പൊന്നാണേ. പൊന്നെ ആ പൊന്ന്. ഇപ്പൊ വന്നല്ലേ മൂക്ക്. പിന്നെ പിന്നെ അടുത്ത വരി എന്താണ്? കുളിരിന്റെ പട്ടു. കിളിരല്ല കുളിര്. ആ തന്നെ കുളിരിന്റെ ആ ആ അത് കുളിരിന്റെ കുളിരിന്റെ പട്ടുടുത്ത്. തട്ടെടുത്ത്. തട്ടുടുത്ത്. തട്ടല്ല പട്ട്. അല്ല തട്ട്. കൂന്താലിപ്പുഴ ഇത്. അപ്പൊ പല്ലവി ഫുള്ളും പാടിയില്ലല്ലോ. പല്ലു പാടിയില്ലായിരുന്നോ? ഞങ്ങൾക്ക് കേട്ട പോലെ തോന്നി. ഇനി എന്താ ഇപ്പൊ ചെയ്യാ? അല്ല കൊച്ചിപ്പ പറഞ്ഞില്ലല്ലോ അപ്പൊ എന്നായിരിക്കും ചുരുക്കം പറഞ്ഞാ വാ കൊണ്ട് പാടി, പല്ലു പാടിയില്ല. ആ. അക്ഷരങ്ങളൊക്കെ ബൊന്നും ഗുളിരെന്നൊക്കെ ആയിപ്പോയി. ഞാൻ പല്ലവി പാടി. മക്കളെ സൂപ്പർ. താങ്ക് യു. ഏയ് തപ്സി കുട്ടി, എന്തോ ഇപ്പൊ ടപ്സി എന്ന് വിളിക്കുന്ന ഇഷ്ടാണോ? ഒരു സ്റ്റൈലായിട്ടുണ്ടല്ലേ. അല്ല കൂട്ടുകാരൊക്കെ വിളിക്കുന്നത് എന്താണെന്നറിയോ? കൂട്ടുകാരെ വിളിക്കുന്ന പെപ്സിന്ന്. പെപ്സി. ആ ആ അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് ആ. കേട്ടോ. പിന്നെ വായ തുറന്ന് പാടിയത് മാത്രം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിടിച്ചില്ല. ശരിക്കും മൂക്കിൽ പടിയാ തെറ്റാണ്. ആ തെറ്റാണോ? മൂക്കി പാടി തെറ്റാണല്ലേ? നോക്കിപ്പാടി എനിക്ക് തെറ്റാണ്. ഇഷ്ടപ്പെട്ടു. ഓ, അത് എന്നിട്ട് ശരി. കുട്ടി. പിന്നെ ഈ ഉടുപ്പ് നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ കോസ്റ്റ്യൂം ഈ പാട്ടുമായിട്ട് നന്നായിട്ട് ചേർന്നു, നല്ല മാച്ചിങ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. പക്ഷെ ഇങ്ങനെ ഇതൊരു മണവാട്ടിയുടെ ഡ്രസ്സിലല്ലേ വന്നേക്കണേ. അപ്പൊ മുഖത്തൊക്കെ ഒരു നാണമൊക്കെ വേണ്ടേ? ഇത് നാണൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ നാണം? നാണം കാണിച്ചെന്ന് കണ്ണോട്ടെ, നാണം പറഞ്ഞ പോലെ കാണിച്ചേ. ഞാൻ എങ്ങനെ- മീനൂട്ടി കാണിച്ചു തരും. ആ ഒന്ന് കാണിച്ചു. ഇങ്ങനെ കണ്ണടച്ചാ മതി. അപ്പൊ കണ്ണടച്ചാ നാണാവോ? ആ പിന്നെ പണ്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെ? അത് ഷീലാമ്മയും അങ്ങനെ ഇപ്പൊ എല്ലാം വളരെ നാണൊന്നും മറ്റേ പുറത്തറിയാൻ പാടില്ല. ലളിത പത്മിനി രാഗിണി സിസ്റ്റേഴ്സ് ആ ഒക്കെയാണ് ഇങ്ങനെ. അങ്ങനെ നാണം കാണില്ല. ഇങ്ങനെ അടിക്കും. ഈ ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ ഈ ഉടുപ്പിട്ടിട്ട് അങ്ങനെ ചെയ്യൂലേ? ആ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ ആ കാലും കൊണ്ട് ഒരു വര, കാലും കൊണ്ട് പിന്നെ- ഇങ്ങനെ നഖം ആ വരച്ച്. കളം വരയ്ക്കുക. അതത് കണ്ണടച്ചോ ഇങ്ങനെ? കാണിച്ചേ. ഇല്ലില്ല, അവക്ക് ആ ഒറ്റ സെറ്റ് ചെയ്ത് ഒറ്റേ വെച്ചിരിക്കുക. ഒരു വികാരമുള്ളൂ മുഖത്ത്. ഓക്കെ പോട്ടെ, സാരില്ല പോട്ടെ. സാരില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചക്കര നന്നായിരുന്നുടാ. കൊച്ചു കുഞ്ഞല്ലേ വാ തുറന്ന് പാടിയത്. ആന്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. സത്യത്തിൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചുമ്മാ പറഞ്ഞല്ലേ. ഇതാരാ പറഞ്ഞ? സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഞാൻ സൗണ്ട് മാറിയ പോലെ. സത്യത്തിൽ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മൂക്കി കൂടെ ജംഗിളിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് അത് ശരി. ആ, എം ജി ഞങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സത്യം, അതെ ശരിയാ. പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഇങ്ങനെ നല്ല രസമായിരുന്നു. അവിടുന്ന് ഓടി വന്ന് അവര് ഡാൻസേഴ്സ് ഒക്കെ കളിച്ചോണ്ടിരുന്നപ്പോ നടക്കുന്ന ഫസ്റ്റ് എൻ്റർ ചെയ്തില്ലേ, പിന്നെ വന്ന ഉടനെ നിന്നൊരു സ്റ്റെപ്പ് അങ്ങ് ഇട്ടു. അയ്യോ എന്ത് ഇടയ്ക്കിടയ്ക്ക് രസം. ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതെ. ഇടയ്ക്ക് ആ നാണം മാത്രമേ വരാത്തേ ഉള്ളൂ. സ്റ്റെപ്പ് വരുന്നുണ്ട്. ഓക്കേടാ ചക്കരെ, സൂപ്പർ ട്ടാ. താങ്ക് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ തപ്സി പുകരി. കയ്യിൽ